എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുവിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ക്രിപ്റ്റോ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പഠിക്കാം. സോ നമ്മൾ എക്സ്ചേഞ്ചിൽ നിന്ന് എക്സ്ചേഞ്ചിലേക്കും പിന്നെ നമ്മളെ വാലറ്റിലേക്കും ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പഠിക്കാം. സോ ഇതിൽ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നോക്കാം. കാരണം ഓരോന്നും ഓരോ ലെവലിൽ നമ്മൾ ചെറുതായിട്ട് പഠിച്ച് പോകാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ക്രിപ്റ്റോയിൽ നിന്ന് ക്രിപ്റ്റോ ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ്. സോ ഞാൻ എൻ്റെ കയ്യിൽ ബൈനാൻസിൽ ഒരു $11 ഉണ്ട്. സോ ബൈനാൻസിൽ ഒരു $11 എൻ്റെ സ്പോട്ട് വാലറ്റിലുള്ളത്. ഇവിടെ പല പല വാലറ്റുകളുണ്ട്. ഇപ്പോൾ ഒരു എക്സ്ചേഞ്ച്, ഒരു ഗ്ലോബൽ എക്സ്ചേഞ്ചിനകത്ത് ഇപ്പോൾ ഫണ്ടിങ് വാലറ്റ്, ഏൺ വാലറ്റ്, ഫ്യൂച്ചർ വാലറ്റ് എന്നൊക്കെ പറഞ്ഞ് പല പല വാലറ്റുകളുണ്ട്. അതിനകത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിന് ഒരു ഫീസും ഇല്ല. ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. പിന്നെ ചില എക്സ്ചേഞ്ചുകളിൽ സ്പോട്ട് വാലറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും. ചില എക്സ്ചേഞ്ചുകളിൽ ഫണ്ടിങ് വാലറ്റിൽ നിന്ന് മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് സ്പോട്ട് എന്ന് പറയുന്നത് അവർ ട്രേഡിംഗ് മാത്രമായിട്ട് ചുരുക്കിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മാറ്റി നോക്കിയിട്ട് വേണം വിഡ്രോ ചെയ്യാനായിട്ട്. ഇപ്പോൾ എനിക്ക് ബൈനാൻസിൽ ഒരു $11 ഉണ്ട്. പിന്നെ ബൈനാൻസ് അല്ലെങ്കിൽ ചില എക്സ്ചേഞ്ചിൽ മിനിമം വിഡ്രോവൽ ക്രൈറ്റീരിയ വച്ചിട്ടുണ്ടാവും. മിനിമം വിഡ്രോവൽ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ $4, $5, $10 അത് ട്രേഡിംഗ് ക്രൈറ്റീരിയയും വിഡ്രോവൽ ക്രൈറ്റീരിയ എല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ബൈനാൻസിൽ $10-11 മിനിമം നമുക്ക് ട്രേഡ് ചെയ്യാനും വിഡ്രോ അടിക്കാനും എല്ലാത്തിനും. ഇപ്പോൾ MEXC പോലത്തെ എക്സ്ചേഞ്ചിൽ നമുക്ക് $2-3 ഒക്കെ വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം, വിഡ്രോ ചെയ്യാം. അത് ഓരോരോ ടോക്കൺസിൻ്റെ ഓരോരോ നെറ്റ്വർക്കിൻ്റെ ഫീസും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു എക്സ്ചേഞ്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഡീസെൻട്രലൈസ്ഡ് വാലറ്റിലാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ചെറിയ എമൗണ്ട് വരെ നമുക്ക് 0.01 വരെ നമുക്ക് വേണമെങ്കിൽ വിഡ്രോ അടിക്കാൻ പറ്റും. അതാണ് ഡെക്സും സെക്സും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മളിപ്പോൾ ബൈനാൻസിലേക്ക് നമുക്ക് ബൈബിറ്റിൽ നിന്ന് കുറച്ച് ഫണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. സോ ബൈബിറ്റിൽ എനിക്ക് ഫണ്ടിങ്ങിലാണുള്ളത്. കാരണം ട്രേഡിങ്ങിൽ നിന്ന്, അതായത് സ്പോട്ടിൽ നിന്ന് എനിക്ക് ബൈബിറ്റിൽ വിഡ്രോ അടിക്കാൻ പറ്റത്തില്ല. സോ സ്പോട്ട് എന്ന് പറയുന്നത് ബൈബിറ്റിൻ്റെ ട്രേഡിംഗ് മാത്രമായിട്ടാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഫണ്ടിങ്ങിൽ കിടക്കുന്ന USDT ബൈനാൻസിലോട്ട് ഞാൻ കൊണ്ടുവരികയാണ്. സോ ഫണ്ടിങ്ങിലുള്ള USDT ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ വിഡ്രോ എന്ന് പറയുന്ന സെക്ഷനിലോട്ട് കൊടുക്കുന്നു. സോ ഇവിടെ ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറയുന്നത് ബൈബിറ്റിൽ നിന്ന് ബൈബിറ്റിലുള്ള 2 അക്കൗണ്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. പക്ഷെ നമുക്കതല്ല, നമുക്കിപ്പോൾ ബൈനാൻസിലോട്ടാണ് കൊണ്ടുപോകേണ്ടത്. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്ലീസ് ചൂസ് എ ചെയിൻ ടൈപ്പ്. നമുക്ക് ഏത് ചെയിനാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നോക്കണം. ഇവിടെ പല പല ബ്ലോക്ക് ചെയിൻസ് ഉണ്ട്. അതായത് ഓരോ ബ്ലോക്ക് ചെയിനും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ ചുമ്മാ ട്രാൻസ്ഫർ ആണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഈ പറയുന്ന ട്രോൺ TRC20 ഓർ BEP20, അതായത് BSC എന്ന് പറയുന്നത് നോക്കുക. ചുമ്മാ ട്രാൻസ്ഫർ ആണ് കൊണ്ടുപോകണമെങ്കിൽ. അല്ല, നമ്മൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യാൻ, ഒരു ടാസ്ക് ചെയ്യാനാണ് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ അതാത് നെറ്റ്വർക്കിലുള്ള ടോക്കൺസ് അതാത് നെറ്റ്വർക്കിൽ കൂടെ തന്നെ പോകണം. ഇപ്പോൾ ഞാൻ ഇവിടെ നോക്കുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ ട്രോൺ ആണ് നോക്കുന്നത്. ട്രോണിന് എനിക്ക് 2.5 USDT മിനിമം ഉണ്ടെങ്കിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. 1.5 ഫീയും കൊടുത്തിട്ട് 2.5 വെച്ച് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ എൻ്റെ ആകെ ഉള്ളത് 8.5 USDT ആണ്. സോ ഇവിടെ ഞാനിപ്പോൾ BSC, അതായത് ബൈനാൻസ് സ്മാർട്ട് ചെയിൻ BEP20 ആണ് കൊടുക്കുന്നതെങ്കിൽ മിനിമം 10 ഈ പറയുന്ന USDT വേണം. എന്നാൽ മാത്രമേ എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നത്, ഞാൻ ട്രോൺ ആണ് സെലക്ട് ചെയ്യുന്നത്. ഇനി എതീരിയം എടുക്കുകയാണെങ്കിൽ $8 ഫീസ് മാത്രമാവും. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓരോരോ നെറ്റ്വർക്കിൽ ഫീസും കാര്യങ്ങളും. ഇപ്പോൾ ZKയുടെ ലൈറ്റിലാണ് ഏറ്റവും ഫീസ് കുറവ്, 30 സെൻറ്റാണ്. ഇപ്പോൾ ടോണിലും 30 സെൻറ്റ് മാത്രമാണ് ഫീസ് വരുന്നത്. ഇപ്പോൾ ടോൺ എടുക്കുകയാണെങ്കിലും അവർ മിനിമം വിഡ്രോയിൽ 1 USDT വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോരോ നെറ്റ്വർക്കിലും നമുക്ക് ഓരോരോ ടൈം എടുക്കും. ഇപ്പോൾ ചില നെറ്റ്വർക്ക് 5 മിനിറ്റ് ഉണ്ടാവും, ചില നെറ്റ്വർക്ക് 10 മിനിറ്റ് ഉണ്ടാവും, ചില നെറ്റ്വർക്ക് അരമണിക്കൂർ, 1 മണിക്കൂർ. ചില നെറ്റ്വർക്കിൽ എന്തെങ്കിലും കൺജഷനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ എടുത്തിട്ടൊക്കെ ആയിരിക്കും വരണത്. സോ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ നേരെ ബൈനാൻസിലോട്ട് പോവാണ്. ബൈനാൻസിൽ ഡെപ്പോസിറ്റ് പോവാണ്. ഡെപ്പോസിറ്റിൽ നമ്മൾ USDT സെലക്ട് ചെയ്യുന്നുണ്ട്. കാരണം USDT ആണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. സോ ഇതിൽ ഒരുപാട് ടോക്കൺസ് ഉണ്ട്. ഇവിടെ ഇവർ മിനിമം ഡെപ്പോസിറ്റ് ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. അതിൽ താഴ്ന്ന എമൗണ്ട് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നാൽ കിട്ടത്തില്ല. അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സോ ഇവിടെ ട്രോൺ ആണെന്നുണ്ടെങ്കിൽ 0.01 വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ടോൺ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ടോണിൻ്റെ USDT. സോ ടോൺ ഇവിടെ ബൈനാൻസിൽ ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ ടോൺ ഏറ്റവും ഫീസ് കുറച്ച് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിനി അടുത്ത ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രോൺ മാത്രമാണ്. ട്രോണും രണ്ട് നെറ്റ്വർക്ക്സ് ആണ്, അത് മനസ്സിലാക്കുക. സോ നമ്മളിവിടെ ട്രോൺ TRC20 ആണ് ഇവിടെ കൊടുക്കുന്നത്. സോ ഇവിടെ നമ്മൾ TRC20 സെലക്ട് ചെയ്യുന്നു. അപ്പുറത്തും ഇപ്പുറത്തും ഒരേ നെറ്റ്വർക്ക് സെലക്ട് ചെയ്തു. നമ്മൾ ആ കോപ്പി ചെയ്ത ആ ഒരു അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്തു. നമ്മളിവിടെ മാക്സ് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് 1.3 USDT ഇവരെ ഫീ ആയിട്ട് പോകും. സോ ഒരു USDTക്ക് 88 രൂപ വിലയുണ്ട്.
അപ്പോൾ 1.3 എന്ന് പറയുമ്പോൾ അറൗണ്ട് 100 രൂപയ്ക്കകത്ത് വരും. സോ അത് നമ്മളിവിടെ ഫീസായിട്ട് കൊടുക്കുന്നുണ്ട്. സോ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് കളിക്കരുത്. എക്സ്പെൻസീവ് ആണ്. വലിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ എപ്പോഴും ട്രാൻസ്ഫർ ചെയ്ത് കളിക്കരുത്. ആവശ്യമുള്ളപ്പോൾ മാത്രം ട്രാൻസ്ഫർ ചെയ്യുക. അല്ല, നിങ്ങളെ പൈസ നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കൊടുത്തോ, ചെയ്തോ. അപ്പോൾ നമ്മളിവിടെ TRC20 വിഡ്രോ കൊടുക്കുവാണ്. അഡ്രസ്സ് ഒന്നും കൂടെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈ കറക്റ്റ് അഡ്രസ്സ് തന്നെയാണോ എന്ന്. കാരണം ഒരക്ഷരം മാറേ ഇത് മാറേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫണ്ട് മൊത്തം പോയി കിട്ടും. 2 എക്സ്ചേഞ്ചുകളും നിങ്ങൾക്കത് റിക്കവർ ചെയ്ത് തരത്തില്ല. അത് ബ്ലോക്ക് ചെയിനിൽ ഡെഡായിട്ട് കിടക്കും. അത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വിഡ്രോ കൊടുക്കുവാണ്. കൺഫേം. ഇപ്പോൾ ഓരോ എക്സ്ചേഞ്ചിനും അവരുടേതായ സെക്യൂരിറ്റീസ് കാണും. ഗൂഗിൾ ഓതൻറ്റിക്കേറ്ററോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഇമെയിൽ, ഫോൺ നമ്പർ, അങ്ങനെ പല പല വെരിഫിക്കേഷൻ കോഡ്സ്. അപ്പോൾ അതെല്ലാം കൂടെ നിങ്ങൾ കൊടുത്തിട്ട് വേണം കൺഫേം കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വിഡ്രോയിൽ സബ്മിറ്റ് ചെയ്തു. ഇനി ജസ്റ്റ് വെയിറ്റ് ചെയ്യണം കുറച്ച് സമയത്തേക്ക്. ഇപ്പോൾ നമ്മുടെ ഡെക്സ്, അതായത് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷേ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആയതുകൊണ്ട് നമുക്കൊരു 5 to 10 മിനിറ്റ് ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു മെയിൽ വരും, ബൈനാൻസിൽ ഈ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ആ ഒരു USDT വന്നിട്ടുണ്ട് ഇപ്പോൾ ബൈനാൻസിലേക്ക്. സോ ഇപ്പോൾ 19 USDT ആയിട്ട് ടോട്ടൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ ട്രാൻസാക്ഷൻ ഫീസും എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു USDTയെ നമ്മളൊരു ട്രസ്റ്റ് വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ട്രസ്റ്റ് വാലറ്റ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റാണ്. ഇപ്പോൾ മെറ്റാമാസ്ക് ഓർ ട്രസ്റ്റ് വാലറ്റ്. സോ ഈ ട്രസ്റ്റ് വാലറ്റിൽ ഇപ്പോൾ നമ്മൾ നിരവധി കോയിൻസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ട്രസ്റ്റ് വാലറ്റിലേക്ക് അല്ലെങ്കിൽ മെറ്റാമാസ്കിലേക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള ഏത് വാലറ്റിലേക്ക് നിങ്ങൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും നിങ്ങൾ എന്തിനാണ് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ആദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ട്രാൻസ്ഫർ ചെയ്യാൻ. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഉദ്ദേശമെങ്കിൽ ശരി, ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അല്ല, നിങ്ങൾ ഈ പറയുന്ന ഒരു നിങ്ങളൊരു ട്രേഡിംഗ് ഇതിനായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ടോക്കൺ ആദ്യമായിട്ട് മേടിക്കാനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഈ പറയുന്ന എയർ ഡ്രോപ്പിന് വേണ്ടി ചെയ്യാനായിരിക്കും. ഇതെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നിൽക്കണം. ഇനി ഇത് എന്തിന് മനസ്സിലാക്കണം എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇത് ഒരു ബ്ലോക്ക് ചെയിനിൽ ഡയറക്റ്റായിട്ട് നിൽക്കുന്നൊരു വാലറ്റാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഇപ്പോൾ ബൈനാൻസ് എന്ന് പറയുന്ന ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ്. സോ ഇവിടെ USDT നമുക്ക് ഈസി ആയിട്ട് USDTയുടെ ഫീ കൊണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ബൈനാൻസിൽ ഏത് കോയിനും ആ കോയിന് ഫീസ് കൊടുത്താണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. അത് ഏത് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പം നിങ്ങൾ എതീരിയം ആണെങ്കിൽ എതീരിയം തന്നെ ഫീ കൊടുത്താണ് വിഡ്രോ ചെയ്യുന്നത്. ഇപ്പോൾ സുയി ആണെങ്കിൽ സുയി തന്നെ ഫീ കൊടുത്താണ് വിഡ്രോ ചെയ്യുന്നത്. ഇപ്പോൾ ഷിബായിനു ആണെങ്കിൽ ഷിബായിനു തന്നെ ഫീ കൊടുത്തിട്ടാണ് നിങ്ങൾ വിഡ്രോ ചെയ്യുന്നത്. പക്ഷേ ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് അങ്ങനെയല്ല. അത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് എന്ന് പറയുമ്പോൾ എൻറ്റയർലി ഡിഫറൻ്റ് ആണ് ഈ പറയുന്ന നമ്മൾ സെൻട്രലൈസ്ഡ് വാലറ്റ് അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നിന്ന്. കാരണം ഡീസെൻട്രലൈസ്ഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടോക്കൺ ഏത് നെറ്റ്വർക്കിലാണോ ഉള്ളത് ആ നെറ്റ്വർക്കിൻ്റെ ഓൺ കോയിനും വേണം, നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന കോയിനും വേണം. ഇപ്പോൾ USDT ആണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ USDT ട്രോണിൻ്റെ ചെയിനിലാണ് വരണമെങ്കിൽ TRXും വേണം, ഈ പറയുന്ന USDTയും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ പിന്നീട് ആ USDT അവിടെ നിന്ന് നിങ്ങൾക്ക് അനക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ അതങ്ങനെ USDT ആയിട്ട് തന്നെ അവിടെ കിടക്കും. ആ USDT അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരടി അനക്കണം, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റണം, എന്ത് ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്ക് ചെയിനിൻ്റെ ഗ്യാസ് ഫീ കൊടുക്കുന്ന ടോക്കൺ വേണം. അത് ഇപ്പോൾ നിങ്ങൾക്ക് എതീരിയം ആണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഓക്കെ, ഒരു കുഴപ്പമില്ല. എതീരിയം എന്ന് പറയുമ്പോൾ എതീരിയം ആ ബ്ലോക്ക് ചെയിൻ്റെ ഓൺ ടോക്കണാണ്. അപ്പോൾ എത്തിന് വേറൊരു ടോക്കൺ വേണ്ട ഗ്യാസ് ഫീ കൊടുക്കാൻ. എത്തിന് തന്നെ മതി. ഇപ്പോൾ ബിറ്റ്കോയിൻ തന്നെ മതി. ഇപ്പോൾ BNBക്ക് BNBയുടെ BP20 ബൈനാൻസ് സ്മാർട്ട് ചെയിൻ വേണം. BNB എന്ന് പറയുന്നത് 2 നെറ്റ്വർക്കിലാണ് വരുന്നത്. ബൈനാൻസ് സ്മാർട്ട് ചെയിനിൽ, BNBയുടെ ഓൺ ചെയിനിലും. സോ BNBയുടെ ഓൺ ചെയിൻ ജസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് മാത്രമാണ്, വേറെ അവിടെ ഒന്നുമില്ല. പക്ഷേ ഇവിടെ ഈ പറയുന്ന പല ടാസ്കുകൾ ചെയ്യാനും പല സ്റ്റേക്കിംഗ് ചെയ്യാനും ഈ ഗ്യാസ് ഫീസ് കൊടുക്കുന്നത് എല്ലാം ബൈനാൻസ് സ്മാർട്ട് ചെയിനാണ്. ഇപ്പോൾ എതീരിയം എന്ന് പറയുന്നത് പല പല നെറ്റ്വർക്കിലുണ്ട്. എതീരിയത്തിൻ്റെ മെയിൻ നെറ്റിലുണ്ട്, എതീരിയം മാത്രമുണ്ട്, ഒപ്റ്റിമിസത്തിൻ്റെ എതീരിയം വരുന്നുണ്ട്, ലിനിയർ എതീരിയം വരുന്നുണ്ട്, ആർബിട്രത്തിൻ്റെ എതീരിയം വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്തിനാണോ കൊണ്ടുപോകുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് അവിടെ മാറ്റി മാറ്റി കൊടുക്കണം ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇവിടെ എൻ്റെ വാലറ്റിൽ നോക്കുവാണെങ്കിൽ എനിക്ക് ഇവിടെ എതീരിയം ഉണ്ട്. എതീരിയത്തിൻ്റെ ഓൺ മെയിൻ നെറ്റിൽ എനിക്ക് എതീരിയം ഉണ്ട്. പിന്നെ
ബേസിൻ്റെ എത്തിലുണ്ട്. ഇവിടെ എത്തിൻ്റെ മോളില് ബേസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നില്ല. ഇത് ബേസിൻ്റെ നെറ്റ്വർക്കിലുള്ള എത്താണ്. ഇത് ഒപ്റ്റിമിസത്തിൻ്റെ നെറ്റ്വർക്കിലുള്ള എത്താണ്. അങ്ങനെ ഓരോ നെറ്റ്വർക്കിൽ ഇപ്പോൾ ഓരോ നെറ്റ്വർക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അവലാഞ്ച് സീ ചെയിന്, ബൈനാൻസ് സ്മാർട്ട് ചെയിന്, ആർബിട്രം, ലിനിയ, പിന്നെ അങ്ങനെ പോളിഗണ്, ഇങ്ങനെ ഓരോരോ നെറ്റ്വർക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ആ ഓരോ നെറ്റ്വർക്കിലും നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ടോക്കൺസ് ഇവിടെ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ BNB ആണ്. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റേക്കിങ്ങും അല്ലെങ്കിൽ ഒരു സ്വാപ്പിങ് എല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അത് വരുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ BNB ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ BNB എന്ന് പറയുന്നത് സാധാ BNB അല്ല, ബൈനാൻസ് സ്മാർട്ട് ചെയിനിൻ്റെ BNB ആണ്. സോ നമ്മൾ നേരെ ബൈനാൻസിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ BNB ആണ് നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ BNB മേടിക്കണം ഫസ്റ്റ്. ഇപ്പോൾ നമ്മൾ USDT ആണുള്ളത്. സോ BNB മേടിക്കണം. ഇപ്പോൾ നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൽ USDT ആണ് ആവശ്യമെങ്കിൽ USDT ട്രസ്റ്റ് വാലറ്റിൽ കൊണ്ടുപൊക്കോ. പക്ഷേ അവിടെ നിങ്ങൾക്ക് ഈ നെറ്റ്വർക്കിൻ്റെ കോയിന് ചെറിയൊരു എമൗണ്ട് വേണ്ടി വരും. അത് നിങ്ങൾ കൊണ്ടുവന്നേ പറ്റൂ. ഇപ്പോൾ ഒരു BNBയുടെ റേറ്റ് അറൗണ്ട് $709 സോ ഞാൻ ബൈ കൊടുക്കുവാണ്. സോ ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ബൈ കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ചാർട്ടോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട. ജസ്റ്റ് ബൈ കൊടുത്താൽ മാത്രം മതി. സോ ഇവിടെ ഞാൻ ബൈ കൊടുക്കുവാണ്. ഞാൻ സ്പോട്ട് ഓർഡർ ബൈ കൊടുത്തു. ഓർഡർ ക്രിയേറ്റ് ബൈ ആയി. സോ നമ്മുടെ വാലറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ USDT ഇല്ല. അതിന് പകരം BNB ആണ് ഉള്ളത്. സോ ഇനി BNBയിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. വിഡ്രോയിലേക്ക് വരുന്നു. സെൻഡ് വിയ ക്രിപ്റ്റോ നെറ്റ്വർക്ക്. സോ ഇവിടെ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുമ്പോൾ BNBക്ക് 2 നെറ്റ്വർക്ക്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഒന്ന് ബൈനാൻസ് സ്മാർട്ട് ചെയിനും 2 OP-BNB. OP-BNB എന്ന് പറയുന്നത് അത് വേറൊരു BNBയുടെ നെറ്റ്വർക്കാണ്. സോ നമ്മൾ അത് നോക്കുന്നില്ല. നമ്മളിപ്പോൾ ബൈനാൻസ് സ്മാർട്ട് ചെയിൻ ആണ് കൊടുക്കുന്നത്. സോ ഇനി നേരെ ട്രസ്റ്റ് വാലറ്റിലോട്ട് പോകുന്നു. ട്രസ്റ്റ് വാലറ്റിൽ ചെന്നിട്ട് ബൈനാൻസ് സ്മാർട്ട് ചെയിൻ്റെ റിസീവ് അഡ്രസ്സ് ഇവിടെ കോപ്പി ചെയ്യുന്നു. അഡ്രസ്സ് ഇവിടെ കോപ്പി എടുക്കുന്നു. നേരെ ബൈനാൻസിൽ വന്ന് ഈ ഒരു അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അഡ്രസ്സ് ഓക്കെ ആയി, BNB ഓക്കെ ആയി. നമുക്കിവിടെ BNBക്ക് ഒരു മിനിമം വിഡ്രോവൽ എമൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 0.001. അതായത് ഞാൻ പറഞ്ഞ $11 ആണ് മിനിമം ബൈനാൻസിൻ്റെ പല ടോക്കൻ്റെ വിഡ്രോവൽ എമൗണ്ട് ബൈനാൻസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ മാക്സ് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു എമൗണ്ട് ഇവിടെ ഫീ ആയിട്ട് പോകുന്നുണ്ട്. 302 BNB ഇവിടെ ഫീ ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇനി വിഡ്രോ കൊടുക്കുവാണ്. ഓക്കെ, കൺഫേം. അപ്പോൾ 18.99 നമുക്കിവിടെ കിട്ടും. ചെറിയൊരു എമൗണ്ട് ഇവിടെ ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കൺഫേം കൊടുത്തു. അപ്പോൾ ഇനി വെരിഫിക്കേഷൻ്റെ പാസ് കീയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ വിഡ്രോവൽ കൊടുത്തു. വിഡ്രോവൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. വ്യൂ ഹിസ്റ്ററിയിൽ ഇവിടെ ഒന്ന് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ വിഡ്രോവൽ ഇവിടെ അറിയാൻ പറ്റും. ടോട്ടലി നമ്മളിവിടെ കൊടുത്തിട്ടുള്ള വിഡ്രോവലും കാര്യങ്ങളും എല്ലാം ഈ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ അറിയാൻ പറ്റും. ഈ ടോട്ടൽ ബാലൻസിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞ് ബട്ടണാണ്. സോ ആ ഒരു കുഞ്ഞ് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡെപ്പോസിറ്റ്, വിഡ്രോവൽ, ബൈ, സെല്ല്, കൺവേർട്ട്, ട്രാൻസ്ഫർ, ട്രേഡ് എല്ലാ കാര്യങ്ങളും ഇവിടെ അറിയാൻ പറ്റും. സോ അവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു 2 മിനിറ്റ് ഇവിടെ വീണ്ടും വെയിറ്റ് ചെയ്യണം. കാരണം ഇത് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ അയച്ച BNB ഇവിടെ എത്തിയിട്ടുണ്ട്. വിത്തിൻ സെക്കൻഡ്സ്. ഇപ്പോൾ ബൈനാൻസ് നമുക്ക് പെട്ടെന്ന് തരും. സോ ബൈനാൻസ് പോലല്ല, മറ്റ് എക്സ്ചേഞ്ചുകൾ കുറച്ച് ടൈം എടുക്കും. സോ നമ്മുടെ BNB ഇവിടെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന ഫണ്ട് വാലറ്റിൽ എത്തിക്കാനുള്ളത്. അതിപ്പോൾ ട്രസ്റ്റ് വാലറ്റ് അല്ല, മെറ്റാമാസ്ക് അല്ല, സുയി വാലറ്റ് അല്ല, ട്രോണിൻ്റെ വാലറ്റ് അല്ല, ഏത് വാലറ്റ് ആണെങ്കിലും ഇങ്ങനെ തന്നെ നിങ്ങൾ കോയിന് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നിന്ന് ബൈ ചെയ്യുക. എന്നിട്ട് അതിനെ നേരെ ഏത് നെറ്റ്വർക്കിലാണോ കൊണ്ടുവരുന്നത് ആ നെറ്റ്വർക്ക് നോക്കി ഇങ്ങോട്ട് കൊണ്ടുവരിക. സോ ഇങ്ങനെ തന്നെയാണ് എല്ലാം. അതായത് ഏത് നെറ്റ്വർക്ക് കോയിൻസും നമുക്ക് ഇങ്ങനെ തന്നെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ബിറ്റ് കോയിൻ ആണെങ്കിലും നിങ്ങളിങ്ങനെ ബിറ്റ് കോയിൻ്റെ നെറ്റ്വർക്കിൽ കൂടെ തന്നെ വിഡ്രോ അടിക്കണം. പിന്നെ വിഡ്രോ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ചെറിയ എമൗണ്ട് BNB ആയതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് കാണിച്ചു തന്നു. ഇപ്പോൾ എതീരിയം ആണ് നിങ്ങൾ കൊണ്ടുവരുന്നെങ്കിൽ, എതീരിയത്തിൻ്റെ ഓൺ നെറ്റ്വർക്കിലാണ് കൊണ്ടുവരുന്നെങ്കിൽ എതീരിയത്തിൻ്റെ ഗ്യാസ് ഫീ ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ടൈമിംഗ് ഒക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ സൊലാനോ ആണെങ്കിൽ അതും അതേപോലെയൊക്കെ തന്നെ ഓരോ നെറ്റ്വർക്ക് നമ്മൾ അത് പഠിക്കണം. എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും ലളിതമായിട്ട് ആരും ട്രാൻസ്ഫർ കാണിച്ചു തരത്തില്ല. ഞാൻ ഈസി ആയിട്ട് 2 എക്സ്ചേഞ്ചിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊണ്ടുവന്ന് ഇപ്പോൾ എൻ്റെ വാലറ്റിലും കൊണ്ടുവന്ന് ഞാൻ കാണിച്ചു തന്നു. സോ ഇത്രയാണ് നമ്മൾ ഒരു ട്രസ്റ്റ് വാലറ്റ് ഓർ മെറ്റാമാസ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ഇത് കാണിക്കുന്നത്. സോ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഈ BNBക്ക് വരെ നിങ്ങൾക്ക് എതീരിയം വേണമെങ്കിൽ എതീരിയം നെറ്റ്വർക്കിൽ കൊണ്ടുവരാം. പക്ഷേ $8 ഗ്യാസ് ഫീ കൊടുക്കേണ്ടി വരും. പിന്നെ മിനിമം 0.01 അവിടെ എടുക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ കൊണ്ടുവരാൻ ഇല്ലെങ്കിലും, നിങ്ങൾക്കിപ്പോൾ എമൗണ്ട് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് വാലറ്റിൽ പോയിട്ട് ഈ വിഡ്രോ എന്ന് പറയുന്ന സെക്ഷനിൽ പോയിട്ട് വിഡ്രോ ക്രിപ്റ്റോ കൊടുത്ത് ചുമ്മാ എതീരിയം എടുക്കുക.
എതീരിയം എടുത്തിട്ട് എതീരിയത്തിൽ സെൻഡ് വിയ ക്രിപ്റ്റോ നെറ്റ്വർക്ക് എടുക്കുക. സെലക്ട് നെറ്റ്വർക്ക് ഇവിടെ എത്തിൻ്റെ നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ അത് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് ഓരോ നെറ്റ്വർക്കിലും ഫീസ് കാര്യങ്ങൾ എല്ലാം ഇവിടെ അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഏതിലാണോ കൊണ്ടുവരേണ്ടത് അതിൻ്റെ എല്ലാ ഫീസ്, അത് എത്ര സമയം എടുക്കും. ഇപ്പോൾ ബൈനാൻസിലെല്ലാം കാണിക്കുന്നുണ്ട് മിനിമം വിഡ്രോവൽ എമൗണ്ട്, അറൈവൽ ടൈം എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ എത്തിൻ്റെ നെറ്റ്വർക്കിലാണെങ്കിൽ $6.58 ഇവിടെ അതിന് തുല്യമായ എതീരിയം ഫീ ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ബൈനാൻസ് സ്മാർട്ട് ചെയിനിലും എതീരിയം ഉണ്ട്. എതീരിയം ഇങ്ങനെ ബേസിൻ്റെ നെറ്റ്വർക്കിലുണ്ട്, ആർബിട്രത്തിലുണ്ട്, ഒപ്റ്റിമിസം, സ്ക്രോള്, ഇസഡ് സ്റ്റാർക്ക് നെറ്റ്, മാൻഡ. സോ ഇത്രയും നെറ്റ്വർക്കിലും നിങ്ങൾക്ക് എതീരിയത്തിനെ കൊണ്ടുവരാം. ഇപ്പോൾ എതീരിയം നിങ്ങൾക്ക് ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റിൽ സേവിങ്സ് ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഉദ്ദേശമെങ്കിൽ എതീരിയത്തിൻ്റെ നെറ്റ്വർക്കിൽ കൊണ്ടുവരേണ്ട. ബാക്കിയുള്ള ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. കാരണം അപ്പോൾ നിങ്ങൾക്ക് മന്ത്ലി ചെറിയ ചെറിയ എമൗണ്ട് ആയിട്ട് എതീരിയം സേവ് ചെയ്യാം. അതൊക്കെ ഞാൻ വരുന്ന വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എത്തല്ല ഏത് ടോക്കൺ ആണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കൊണ്ടുവരാം. ഇപ്പോൾ ബിറ്റ്കോയിനും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ വാലറ്റിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ബിറ്റ്കോയിൻ, BTCയിലോട്ട് പോയിട്ട് സെൻഡ് വിയ ക്രിപ്റ്റോ നെറ്റ്വർക്ക് കൊടുക്കുക. അപ്പോൾ ബിറ്റ്കോയിനും പല പല നെറ്റ്വർക്ക് ഉണ്ട്. ബിറ്റ്കോയിൻ്റെ ഓൺ നെറ്റ്വർക്ക് ഉണ്ട്, ബൈനാൻസ് സ്മാർട്ട് ചെയിൻ ഉണ്ട്, ലൈറ്റ്നിങ് ഉണ്ട്, എതീരിയം ഉണ്ട്. ലൈറ്റ്നിങ് ആണെങ്കിൽ ലൈറ്റ്നിങ് സപ്പോർട്ട് ചെയ്യുന്ന വാലറ്റിലേക്ക് മാത്രമേ സെൻഡ് ചെയ്യാവൂ, അല്ലാതെ ചുമ്മാ സെൻഡ് ചെയ്യരുത്. അത് ആലോചിക്കുക. ഇപ്പം ബിറ്റ്കോയിൻ എതീരിയം നെറ്റ്വർക്കിലുള്ള ബിറ്റ്കോയിനാണ് കൊണ്ടുവരണമെങ്കിൽ $7.18 ഫീ കൊടുക്കണം. ബിറ്റ്കോയിൻ്റെ തന്നെ ബ്ലോക്ക് ചെയിനിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ $10 ഫീ കൊടുക്കണം. ബിറ്റ്കോയിന് ബൈനാൻസിൻ്റെ നെറ്റ്വർക്കിലാണെന്നുണ്ടെങ്കിൽ 0.70 അതായത് $1 താഴെ ഫീ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഏത് ടോക്കൺ ആണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ചെറിയ ചെറിയ കുഞ്ഞു ടോക്കൺ ആണെങ്കിൽ ദയവ് ചെയ്ത് വിഡ്രോ അടിച്ച് കൊണ്ടുവരരുത്. അതിനെ അവിടെ തന്നെ സെല്ല് ചെയ്ത് നിങ്ങളിപ്പോൾ BNBയോ അല്ലെങ്കിൽ ആ നെറ്റ്വർക്കിലുള്ള മെയിൻ ടോക്കൺ ആയിട്ട് വാലറ്റിൽ കൊണ്ടുവന്നിട്ട് എക്സ്ചേഞ്ചിൽ പോയി ഡീസെൻട്രൽ എക്സ്ചേഞ്ചിൽ പോയിട്ട് വാങ്ങിച്ചിട്ടാൽ മതി. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഷിബിൻ്റെ കാര്യം, കാരണം പല കുഞ്ഞു ടോക്കണും വിഡ്രോവൽ ഫീ ഭയങ്കര ഹൈ ആയിരിക്കും. കാരണം ഇപ്പോൾ മിനിമം വിഡ്രോവലും ഉണ്ട്, വിഡ്രോവൽ ഫീയും ചിലപ്പോൾ ഹൈ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് വേണം പല ടോക്കൺസും എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളാണ്, ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് എല്ലാ എക്സ്ചേഞ്ചിലും ഒരു രൂപ പോലും ഇല്ലെങ്കിൽ പോലും എക്സ്ചേഞ്ചിൽ പോയിട്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. വിഡ്രോവൽ, ഡെപ്പോസിറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നോക്കി പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ ട്രാൻസ്ഫർ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെറ്റ്വർക്കുകൾ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഒരു പാട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐഡിയ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എല്ലാം സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, വാട്സപ്പ്, ട്വിറ്റർ എല്ലാം ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റുമായി കാണും വരെ സലാം.